ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്പനീർപ്പൂവ് വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ രേവതിനെ വരുന്നതിനും ഇല്ലാത്തതിനും എല്ലാം തന്നെ കുറ്റം പറയാനുള്ള ചന്ദ്രൻ എന്തിന് വർഷയും ശ്രീകാന്തിനെയും മുറുക്കി പുറത്താക്കിയതിനു ശേഷം റൂം പൂട്ടി സച്ചി പോയതിനും പഴി കേൾക്കുന്നത് രേവതിക്കും കുടുംബത്തിനും ആണല്ലേ. അങ്ങനെ ഒരു പ്രത്യേക നേച്ചറിൽ പോകുന്ന ചന്ദ്രയെ രവിയായിട്ട് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്ര എന്നും ചന്ദ്ര തന്നെയായിരിക്കും. അതേ രീതിക്ക് തന്നെയായിരിക്കട്ടെ ചന്ദ്ര മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഇനിയിപ്പോ ശ്രുതിനെ കുറിച്ചൊന്ന് പറയാം. ശ്രുതിക്ക് നിലവിൽ ജോലിയൊന്നും ഇല്ല. എന്നിരുന്നാലും ജോലിക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞിട്ട് പാർക്കിലും മറ്റുമായിട്ട് കറങ്ങി നടക്കാണ് ശ്രുതി. പിന്നീട് ഈ ഒരു കള്ളത്തരം സച്ചയായിട്ട് തന്നെ പൊളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതിയും തമ്മിൽ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ശ്രുതിയായിട്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗത്തിലാണ് നമ്മുടെ രേവതിനെ കള്ളിയാക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, രേവതിയുടെ സ്വർണ്ണങ്ങളും മറ്റും ചന്ദ്രയുടെ കയ്യിലാണല്ലോ. ആ സ്വർണ്ണങ്ങളും മറ്റും ചന്ദ്ര പണയം വെക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഈ ഒരു സമയത്ത് അത് മുക്കുപണ്ടാണെന്ന് തിരിച്ചറിയാണ്. ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് തിരികെ വന്നതിന് ശേഷം ചന്ദ്ര പറയുകയാണ്, നീ മനഃപൂർവ്വം എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചതാണോ? നിന്റെ വീട്ടിൽ നിന്ന് തന്നുവിട്ടത് മുക്കുബണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ആകെ ഷോക്കാവട്ടെ. രേവതി പറയുന്നുണ്ട്, ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യില്ല. നേർവഴിക്ക് നടന്നത്, അതുകൊണ്ടാണല്ലോ വീട്ടിലൊരു കള്ളൻ ഉണ്ടായത് എന്ന് പറയുമ്പോഴത്തേക്കും രവി മിണ്ടാതിരിക്കാനായിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്. അതിനുശേഷവും ചന്ദ്ര പറയുകയാണ്, ശരിയായിരിക്കാം, ചിലപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് തന്നുവിട്ട സ്വർണ്ണമായിരിക്കാം, പക്ഷെ ഇതെല്ലാം നിന്റെ വീട്ടിലൊരാളുണ്ടല്ലോ, അവൻ ചിലപ്പോൾ അടിച്ചു മാറ്റിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും പറയുന്നുണ്ട്, ശരിയാ, ശരത്തിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ വരാൻ. അതുപോലെ സച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന സമയത്ത് സച്ചിയായിട്ട് അറിയാതെ എടുത്തുകൊണ്ട് പോയതാണല്ലോ എന്നറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി വേഗം ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ കണ്ടുപോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കാനായിരുന്നെങ്കിൽ ഈ വീട്ടിലുണ്ടല്ലോ ഒരു കള്ളൻ, അവനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം ശ്രുതി പറയുന്നുണ്ട്, വന്നേനും പോകുന്നതിനൊക്കെ എന്റെ നിലയ്ക്ക് വെച്ചു, വാ ശ്രുതി നമുക്ക് പോവാം, എനിക്ക് ഷോപ്പ് തുറക്കാൻ നേരായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാൻ ശ്രമിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പൊ നീ മാത്രമായിട്ട് അങ്ങനെ പോവണ്ട, ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ പറയാണ്, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന് പറയാണ്. ഈ സമയത്ത് ചന്ദ്രയുടെയും ശ്രുതിയുടെയും മുഖഭാവം വേഗം മാറുന്നുണ്ട്. ഇതെല്ലാം സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ശ്രുതി സ്വർണം എടുത്ത കാര്യവും മറ്റും നമ്മുടെ ചന്ദ്രയ്ക്കും അറിയാം. ആ ഒരു കള്ളത്തരം നേരെ രേവതിയുടെയും വീട്ടുകാരുടെയും തലയിലേക്ക് കയറ്റി വെക്കാനുള്ള ശ്രമമാണ് ആ ഒരു സമയത്ത് അവിടെ നടക്കുന്നത്. അങ്ങനെ രേവതിനെയും വീട്ടുകാരും ഒരുപാട് കുറ്റപ്പെടുത്തുന്നതും മോശക്കാരാക്കുന്നതുമായിട്ട് രീതിക്കൊക്കെ ചന്ദ്ര സംസാരിക്കുന്നുണ്ട്. അവസാനം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് നമ്മുടെ വർഷയും സച്ചിയും ശ്രീകാന്തും എല്ലാവരും കൂടിയിട്ടാണ്. ആ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.